വന്ദന ശ്ലോകത്തോടുകൂടി ഇന്നത്തെ സപ്താഹ പാരായണം ആരംഭിക്കുകയാണ്. ഇന്നലെ ശ്രീകൃഷ്ണൻ്റെ അവതാരത്തോടു കൂടിയാണ് ഭഗവാനെ ശ്രീമദ് മഹാഭാഗവതം സമർപ്പിച്ചത്. ആ അവതാരത്തിൻ്റെ ശ്ലോകങ്ങൾ മാത്രം പാരായണം ചെയ്തുകൊണ്ട് ശ്രീമദ് മഹാഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലെ 4-ാമത്തെ അധ്യായത്തോടു കൂടി ഇന്നത്തെ ശ്രീമദ് മഹാഭാഗവത പാരായണം സപ്താഹയജ്ഞവും ആരംഭിക്കുകയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ. ഗുരുവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദസ്യേതോന്മയാദിതരതശ്ചാക്ലേശവിഘ്നസ്വരാ തേനേ ബ്രഹ്മഹൃദായാദികവയേ മുഹ്യന്തിയൽ സൂരയ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. സത്യം പരം ധീമഹി. ധർമ്മപ്രോജിത കൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവനം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരീരീശ്വര സദ്യോ ഹൃദ്യവരുത്തദേത്ര പൃഥിവി ശുശ്രൂഷുഭി തക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം ശുഗമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേത്. യം പ്രവ്രജന്തമനുപേതമഭേദകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേന്ദു തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുമാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിഥിതീർഷദാം തമോന്തം സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്ര രുദ്രമരുതസ്തുന്വന്തി ദിവ്യൈസ്തവൈർ വേദൈഃ സാംഗ്രപദക്രമോപനിഷദൈ ഗായന്തി യം സാമഗാ. ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃസുരാസുരഗണാ ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകാ വേദവേദ്യം പരബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതേർമഹദ്വിവ ഇമാ പുരോ വിഭു നിർമായശേദേദമോഷപൂരുഷു ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം കൃഷിഷ്ട ഭഗവാൻ വജാംസി മേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത ദശമസ്കന്ധത്തിലെ 3-ാമത്തെ അധ്യായത്തിലാണ് ഭഗവാന്റെ തിരു അവതാരം. 3-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ ശ്ലോകമാണ് ഭഗവാന്റെ അവതാരം. 8 വരെയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാന്റെ അവതാരത്തിനു മുന്നിൽ പ്രകൃതിക്കുണ്ടായ ആ മാറ്റങ്ങളും പ്രകൃതിയെയുമാണ് വർണ്ണിക്കുന്നത്. അതിനുശേഷം 2 ശ്ലോകങ്ങളിലായിട്ട് അവതരിച്ച ഉടനെ ഭഗവാൻ എങ്ങനെയായിരുന്നു, ഭഗവാനെ എങ്ങനെയാണ് വസുദേവരും ദേവകീദേവിയും കണ്ടത് എന്നുള്ള 2 ശ്ലോകങ്ങൾ. അതിനുശേഷം പിന്നീട് ആ ഭഗവാൻ അവതരിച്ചപ്പോൾ വസുദേവരും ദേവകീദേവിയും സ്തുതിക്കുന്നതും മറ്റുമാണ് പാരായണം ചെയ്യുന്നത്. 3-ാമത്തെ അധ്യായത്തിൽ 10 വരെയുള്ള ശ്ലോകങ്ങൾ വീണ്ടും ഒരു തവണ പാരായണം ചെയ്യുകയാണ്. ഇന്നലെ ഈ അവതാര സമയത്ത് ഇവിടെ ഇല്ലാത്തവർക്ക് അത് കേൾക്കുവാനും നമുക്കെല്ലാവർക്കും ആ ഭഗവാന്റെ അവതാരം ഒരു പ്രാവശ്യം കൂടി അനുഭവിക്കുവാനും വേണ്ടി വീണ്ടും ദശമസ്കന്ധത്തിലെ 3-ാധ്യായത്തിലെ 10 ശ്ലോകങ്ങൾ പാരായണം ചെയ്തിട്ട് 4-ാമത്തെ അധ്യായം മുതൽ ഇന്നത്തെ പാരായണം ആരംഭിക്കുന്നതായിരിക്കും. ഓം തത്സത്. അത ദശമസ്കന്ധ 3-യോധ്യായ. ശ്രീശുഗോവാച.
അത സർവഗുണോപേത കാലപരമശോഭന യർഹ്യേവാജന ജന്മർഷും ശാന്തർഷഗ്രഹതാരകം ദിശപ്രസീദുർഗഗനം നിർമ്മലോടുഗണോദയം മഹീമംഗളഭൂയിഷ്ട പുരഗ്രാമവ്രജാകര നദ്യപ്രസന്ന സലില പ്രദാജലരുഹശ്രിയ ദ്വിജാളീകുലസംനാദസ്തവഗാവനരാജയ വവൗ വായുസുഖസ്പർശ പുണ്യഗന്ധവഹശുചി അഗ്നയശ്ച ദ്വിജാദീനാം ശാന്താസ്തത്ര സമിന്ദദ അനാംസ്യാസൻ പ്രസന്നാനി സാധൂനാമസുരദ്രുഹാം ജായമാനേ ജനേ തസ്മിൻ നേതുർദുന്ദുഭയോ ദിവി ജഗുകിന്നര ഗന്ധർവ തുഷ്ടൂസിദ്ധചാരണ വിദ്യാധര്യശ്ച നിർദുർ അപ്സരോഭി സമം തദാ മുമുജുർമുനയോ ദേവ സുമനാംസി മുദാന്വിത മന്ദം മന്ദം ജലധര ജഗർജുരനുസാഗരം നിശീദേതമോത്ഭൂതേ ജായമാനേ ജനാർദ്ദനേ ദേവക്യാം ദേവരൂപിണ്യാം വിഷ്ണു സർവഗുഹാശയ ആവിരാസീത് യഥാ പ്രാച്യാം ദിശീന്ദുരിവ പുഷ്കല നിശീദേതമോത്ഭൂതേ ജായമാനേ ജനാർദ്ദനേ ദേവക്യാം ദേവരൂപിണ്യാം വിഷ്ണു സർവഗുഹാശയ ആവിരാസീത് യഥാ പ്രാച്യാം ദിശീന്ദുരിവ പുഷ്കല കമൽബുധം ബാലകമംബുജേക്ഷണം ചതുർഭുജം ശംഖചക്രായുധായുധം ശ്രീവത്സലക്ഷ്മം ഗളശോഭികൗസ്തുഭം പീതാംബരം സാന്ദ്രപയോധസൗഭഗം മഹാർഹവൈഡൂര്യകിരീടകുണ്ടലം ദിശാപരിഷ്വക്തസഹസ്രകുന്തളം ഉദ്ദാമകാഞ്ച്യാംഗദകങ്കണാദിഭിർ വിരോചമാനം വസുദേവൈച്ഛതാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീകൃഷ്ണ ഭഗവാൻ ഈ ഭാഗവതത്തിലല്ല ജന്മമെടുക്കുന്നത്, നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലാണ്. ആ ഭഗവാന്റെ ആർദ്രഭാവവും ഭഗവാനും നമ്മുടെ ഉള്ളിലാണ് ജന്മമെടുക്കേണ്ടത്. ഓരോ പ്രാവശ്യം ശ്രീമദ് മഹാഭാഗവതം വായിക്കുമ്പോഴും ആ ഭഗവാന്റെ അവതാരം നമ്മുടെ ഉള്ളിലുണ്ടാകണം. അപ്പോഴാണ് നമുക്ക് സഹജീവികളെയെല്ലാം നമ്മളെ പോലെ തന്നെ കണ്ട് എല്ലാവരുടെയും നന്മയ്ക്കായി പ്രവർത്തിക്കുവാൻ സാധിക്കുക. എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയാണ് നാം ഈ സപ്താഹ യജ്ഞം നടത്തുന്നത്. എല്ലാവർക്കും വരാൻ പറ്റാത്തവർക്കും വന്നവർക്കും എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ 5-ാമത്തെ ദിവസത്തെ സപ്താഹ പാരായണം 4-ാമത്തെ അധ്യായം മുതൽ ആരംഭിക്കുകയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അത് ഓം നമോ ഭഗവതേ വാസുദേവായ. അത് ദശമസ്കന്ധ ചതുർത്ഥോധ്യായ. ശ്രീശുഗോവാച ബഹിരന്തപുരദ്വാര സർവാപൂർവവധാവൃത കഥോ ബാലധ്വനിം ശ്രുത്വാ ഗൃഹപാലാ സമുത്തിത. ഇന്നലെ പറഞ്ഞു, യശോദാദേവിയുടെ അടുത്ത് ഗോകുലത്തിൽ കൊണ്ടുപോയി ശ്രീകൃഷ്ണ ഭഗവാനെ കിടത്തിയിട്ട് അവിടെ നിന്നും ആ കിടന്ന ആ പെൺകുട്ടിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. യോഗമായ ദേവിയായിരുന്നു യശോദാദേവിക്ക് ഉണ്ടായ കുഞ്ഞ്. യശോദാദേവി ഉറക്കം കൊണ്ട് തൻ്റെ കുഞ്ഞിൻ്റെ ലിംഗം ശ്രദ്ധിച്ചില്ല. യശോദാദേവിയുടെ അടുത്തു നിന്നും ആ പെൺകുട്ടിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഭഗവാനെ അവിടെ കിടത്തിയിട്ട് കൊണ്ടുവന്നു. പെൺകുട്ടിയെ കൊണ്ടുവന്ന് ഇവിടെ കിടത്തിയ ഉടനെ എല്ലാ വാതിലുകളും താനേ അടഞ്ഞു. കുഞ്ഞ് കരയാൻ തുടങ്ങി. കുഞ്ഞ് കരഞ്ഞപ്പോൾ അത്രയും നേരം ഭയങ്കരമായ നിദ്രയിൽ കിടന്നവർ ഇപ്പോൾ ഉണർന്നു എന്നാണ് ഇത് ആദ്യത്തെ ശ്ലോകത്തിൽ. കുഞ്ഞിൻ്റെ ശബ്ദം കേട്ടപ്പോൾ എല്ലാവരും ഉണർന്നു. പിന്നീട് നടക്കുന്നത് പാരായണം ചെയ്യാം. ഓം ശ്രീകൃഷ്ണ